ഹരിദാസ് ചാനലിലെ സീനിയർ സിറ്റിസൺ കാറ്റഗറിയിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വലിയ ഒരു കലാകാരനായ ശ്രീമാൻ പുനലൂർ ചന്ദ്രശേഖരനെ. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഡയറക്ടറാണ്. അതുകൂടാതെ അനേകം അവാർഡുകൾ നേടിയ മാനിഷാദ എന്ന ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ്. അദ്ദേഹവുമായി നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം. തകഴി ഹരിദാസിനെ പരിചയപ്പെടുന്നത് ഞാൻ ന്യൂഡൽഹി ആർക്കേപുരത്ത് വെച്ചിട്ടാണ്. ആർക്കേപുരത്ത് ഒരു തട്ടുകടയിൽ ഇന്ന് ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. 1979-80 മറ്റോ ആണ്. അന്ന് ഹരിദാസ് വന്ന് എൻ്റെ ചോദിക്കുന്നു, മലയാളിയാണോ? ഞാൻ പറഞ്ഞു അതെ, മലയാളിയാണ്. പിന്നെ അന്ന് തുടങ്ങിയ ആ സൗഹൃദം ഈ ദിവസം വരെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ സെൻട്രൽ സെക്രട്ടറിയിലാണ് എനിക്ക് ജോലി. അദ്ദേഹം എനിക്കൊന്ന് ന്യൂസ് പേപ്പേഴ്സ് അതിലാണ് തോന്നുന്നു, രജിസ്ട്രാർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പുള്ളിയെ സമീപിച്ചിരുന്നു തോന്നുന്നു. അല്ല, അതിനും ആ സൗഹൃദം ഇന്ന് വരെ നിലനിൽക്കുന്നുണ്ട്. സെൻട്രൽ സെക്രട്ടറിയിലായിരുന്നു ഞാൻ. ജോലി രാജിവെച്ച് കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ ഒരു ജോലി കിട്ടി, മൃഗസംരക്ഷണ വകുപ്പിൽ ജോലി കിട്ടി. ഞാൻ ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹം ട്രാൻസ്ഫർ വാങ്ങിച്ച് ദൂരദർശനിലേക്ക് വരികയും ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ സൗഹൃദം പുതുക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ആദ്യത്തെ 2 സീരിയലുകൾക്ക് ഉള്ള പ്രൊഡ്യൂസേഴ്സിനെ അദ്ദേഹമാണ് കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം കുറച്ചു കാലം ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല. ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാറുമ്പോൾ, നാട്ടിലേക്ക് പുല്ലൂരിലേക്ക് വരുമ്പോൾ നമ്പറുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാതെ വന്നിരുന്നത്. പിന്നീട് യാദൃച്ഛിക ബന്ധപ്പെടുകയായിരുന്നു. അത് എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്കൊന്ന് ഫേസ്ബുക്കിലിടെയാണെന്ന് തോന്നുന്നു. എന്തായിരുന്നാലും വീണ്ടും ഞങ്ങൾ ഒന്ന് ഒത്തുചേർന്നു. പഴയ കാര്യങ്ങൾ ഞങ്ങൾ അയവിറക്കി. ഇനി പുതിയ സംരംഭങ്ങളിലേക്ക് പോകാനായിട്ട് ഉള്ള തുടക്കവുമാണ്. അദ്ദേഹം എന്തായിരുന്നാലും ശരി തന്നെ, ഞാൻ എന്ത് പറഞ്ഞാലും ശരി, ഹീസ് മൈ ഫ്രണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പുകഴ്ത്തി പറയല. പക്ഷെ ഹീസ് an unselfish ഫ്രണ്ട്. അദ്ദേഹം മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. തുടർന്നും അദ്ദേഹമായിട്ടുള്ള സംരംഭങ്ങൾ നടക്കും. കാരണം എപ്പോഴും അദ്ദേഹം വരുന്നത്, ഞാൻ ഒരു ദിശയിൽ നിൽക്കും, ഒരു ദിശയിൽ മറ്റൊരു ദിശയിലേക്ക് മാറുമ്പോൾ അദ്ദേഹത്തെ അറിയാതെ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിപ്പോഴും സംഭവിച്ചു കഴിഞ്ഞു. അത് മറ്റൊന്നിൻ്റെ തുടക്കവുമാണ്. ഞാൻ ഇടയ്ക്ക് ഒരുപാട് അവാർഡുകൾ നേടിയ മാനിഷാദ എന്ന സിനിമ എടുത്തു. മാനിഷാദയ്ക്ക് മുന്നേ 25ഓളം വർഷം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ് 2009 വിരമിക്കുന്നു. അതിന് തൊട്ട് മുന്നേ തന്നെ ഞാൻ ഈ സാഹിത്യ രംഗങ്ങളിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. 2001 മറ്റോ ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിൻവാങ്ങിയിരുന്നു. പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഞാൻ പിൻവാങ്ങിയിരുന്നു. അതിനുശേഷം 10-25 വർഷക്കാലത്തെ മൗനത്തിനും പഠനത്തിനും ശേഷം മാനിഷാദയുമായിട്ട് ഞാൻ വന്നു. മാനിഷാദ നിർമ്മിക്കാൻ പ്രചോദനമായത് മുമ്പ് വർഷങ്ങൾക്ക് മുന്നാണ്. എനിക്കത് 10 വർഷമായി കാണുന്നു. 10 വർഷത്തിന് മുമ്പ് change.org ഒരു പെറ്റീഷൻ വന്നിരുന്നു. ഇന്ന് സുപ്രീം കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന കേസിലെ കക്ഷികളായ ബോംബെയിലെ
മുംബൈയിലെ ബോഹ്റ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകൾ നൽകിയ പരാതിയാണ്. അതിലവരന്ന് എനിക്കെന്നല്ല പ്ലാറ്റ്ഫോമിൽ ചേഞ്ച്.org സമർപ്പിച്ച ആ പെറ്റീഷനിൽ അവരുടെ ഏതാണ്ട് 1,00,000-ഓളം പെൺകുട്ടികളും സ്ത്രീകളും ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ്റെ ചേലാകർമ്മത്തിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുകയാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് എല്ലാവരും അതിനകത്ത് സൈൻ ചെയ്യണം, ഇത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട്. കാരണം അവരുടെ ആവശ്യം ഇന്ത്യയിൽ ചേലാകർമ്മം നിരോധിക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്നുള്ള അംഗങ്ങൾ അവർ സമർപ്പിച്ചിരുന്ന ആ ലിറ്ററേച്ചർ മുഴുവനും ഞാൻ വായിച്ചു. ഈ ബോഹ്റ കമ്മ്യൂണിറ്റി മഹാരാഷ്ട്രയിലാണോ? ബോഹ്റ കമ്മ്യൂണിറ്റി അതേ, മഹാരാഷ്ട്ര. അവർ സമർപ്പിച്ച അത് മുഴുവൻ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചെങ്കിലേ പറ്റുള്ളൂ. സാധാരണഗതിയിൽ കലാകാരൻ 4% ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതികരിക്കാറില്ല. പക്ഷെ എനിക്കത് പ്രതികരിക്കണം തോന്നി, ഞാനത് പ്രതികരിച്ചു. അരുതേ കാട്ടാള എന്ന പേരിൽ ഞാൻ അതിൻ്റെ തിരക്കഥ എഴുതി. അത് നിർമ്മിക്കുന്നതിന് വേണ്ടി പലരെയും സമീപിച്ചു. ആരും തയ്യാറായില്ല. ഒടുവിൽ ഞാൻ തന്നെ അത് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് ചെയ്തു കഴിഞ്ഞ് മാനുഷാദ മാർച്ചിൽ 2025 മാർച്ച് 26 തോന്നുന്നു അന്ന് ഫൈനൽ കട്ട് ഇറങ്ങിയത്. അതിനുശേഷം ആദ്യം ഫെസ്റ്റിവലിന് അയച്ചു. ഫസ്റ്റ് അവാർഡ് എനിക്ക് ലഭിക്കുന്നത് ദുബായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്നാണ്. അവരുടെ എഴുതിയ കത്ത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. കാരണം അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവർ പറയും, ആരും ഇതുവരെ തുന്നിയിട്ടില്ല, നിങ്ങൾ മാത്രം ആദ്യമായിട്ട് ഇത് തുനിഞ്ഞിറങ്ങിയത്. അതെ, ഞാൻ തന്നെ തുനിഞ്ഞിറങ്ങി. ഇവിടെ അതിനുശേഷം ഇതിപ്പോൾ ഏതാണ്ട് എനിക്ക് 80 അവാർഡുകളുടെ എണ്ണമൊന്നും നോക്കില്ല, ഞാൻ ഒറ്റ കണക്കിട്ട് പറയുകയാണ്. എനിക്കൊന്ന് 90 എങ്ങാനും കാണുമെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ 4 മാസമായിട്ട് ഒരു അവാർഡിന് ഞാൻ അപേക്ഷിച്ചിട്ടുമില്ല, സബ്മിഷൻ നടത്തിയിട്ടുമില്ല. ഇത്രയും അവാർഡ് കിട്ടുമ്പോഴും സ്ത്രീ ശാക്തീകരണത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന ഈ സിനിമ മറ്റ് കേരളത്തിന് പുറത്തുള്ള എല്ലാവരും ശ്ലാഘിക്കുമ്പോഴും കേരളം നേരെ തിരിഞ്ഞ് നിന്നു. നല്ലത് കാണുമ്പോൾ കേരളക്കാർ എപ്പോഴും അങ്ങനെയാണല്ലോ, തിരിഞ്ഞു നിൽക്കും. മാൻഷാദയ്ക്ക് ഇത്രയധികം അവാർഡുകൾ കിട്ടിയിട്ട് പോലും നമ്മുടെ സംസ്ഥാനത്തെ, കേരളത്തിലെ ഒരൊറ്റ മാധ്യമവും, പത്രമാധ്യമങ്ങളോ മറ്റ് ദൃശ്യ മാധ്യമങ്ങളോ ഒന്നും തന്നെ മാൻഷാദയെക്കുറിച്ച് ഒരു വാക്ക് രേഖപ്പെടുത്താൻ അവർ തയ്യാറായില്ല. സർക്കാരാകട്ടെ നേരെ തിരിഞ്ഞ് ഒരു രീതിയിലും അതിന് പരിഗണിക്കാനുള്ള ഒരവസ്ഥയും അത് ഉണ്ടാക്കുകയും ചെയ്തില്ല. പകരം എൻ്റെ പൈസ വാങ്ങിച്ചിട്ട് എൻ്റെ 1000 രൂപ 2000 രൂപ എനിക്ക് പ്രിയപ്പെട്ടതാണ്, എന്നാൽ അത് എടുത്തില്ല എന്നൊരു കത്ത് പോലും തരാൻ മര്യാദയില്ലാത്ത ചലച്ചിത്ര യുവൻ ഇത്രയധികം അവാർഡുകൾ വാങ്ങിയ. കാരണം മതപ്രീണനമായിരുന്നെങ്കിൽ എല്ലാ മതക്കാരും ഇതിനകത്തുണ്ട്, ഒരു മതം മാത്രമല്ല.
ആദ്യത്തെ അവാർഡ് ദുബായിൽ നിന്ന് കിട്ടുന്നു. അതിനുശേഷം അവാർഡുകൾ തുരുതുര വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല ചിത്രം, ഏറ്റവും നല്ല സ്ത്രീ ശാക്തീകരണ വിഷയമാക്കിയിട്ടുള്ള ചിത്രം, ഏറ്റവും നല്ല കഥ, ഇതെല്ലാം വരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമവും ഇതിനെക്കുറിച്ച്, മാനുഷാതയെക്കുറിച്ച് ഒരു വാക്ക് എഴുതാൻ തയ്യാറായിട്ടില്ല. സർക്കാരാകട്ടെ മറ്റുള്ളവരാകട്ടെ അവിടെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ പുകഴ്ത്താനും അതുമൊക്കെ നടക്കും. സ്ത്രീ ശാക്തീകരണം എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് ഇവിടെ കാണിച്ചിരുന്നത്. കുന്നുകൾ കയറ്റുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ആണ് സത്യം. ഭരിക്കുന്നവർക്ക് എന്തും തോന്നിയതുപോലെ ചെയ്യാം. പക്ഷേ എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ. മാനുഷാതയുടെ പരിണതി, അത് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മാനുഷാത ഏതാണ്ട് വിജയകരമായി നിൽക്കുമ്പോൾ അതിൻ്റെ ആദ്യം തുടക്കം തന്നെ ഞാൻ അതിനോട് മറ്റൊന്ന് ചേർത്തിട്ട് മാനുഷാതയുടെ അത് എങ്ങനെ അവസാനിക്കണം എന്നുള്ളത്. അത് ആ കുട്ടിക്ക് ഒരു SDM മൂലം ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന തലത്തിലേക്കാണ് അത് പോകുന്നത്. ആ കുട്ടി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ആമിന എന്ന് പറഞ്ഞ പെൺകുട്ടി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൾ മാനസികമായിട്ട് അവൾ തകർന്നു കഴിഞ്ഞിരുന്നു. അതിലൂടെ ഒരു കുടുംബം ഇല്ലാതാകുകയാണ്. ഷമീന വീട് വിട്ടിറങ്ങുന്നു, ഷമീന വീട് വിട്ടിറങ്ങുന്നു. ജലീൽ തനിച്ചായി തൻ്റെ വീട്ടിൽ അങ്ങേർക്ക് പാപഭാരത്തിൻ്റെ പശ്ചാത്താപം കൊണ്ട് അയാൾ ആകെ വിഷമിക്കുകയാണ്. അച്ഛൻ ചെയ്ത പ്രവൃത്തി പിതാവ് അമ്മയും മോളും ഒരു ട്രഡീഷന്റെ പേരിൽ, ഒരു ആചാരത്തിന്റെ പേരിൽ ഈ സംഘടനകൾ, മതപരമായ സംഘടന നിരോധിച്ചിട്ട് പോലും ഇത് ചെയ്യണം എന്ന് താല്പര്യപ്പെടുന്ന ചില വിഭാഗക്കാർ, അവർ തങ്ങളുടെ തന്നെ സമൂഹത്തോട് എന്തൊക്കെ അപരാധങ്ങളാണ് ചെയ്യുന്നത്. ഈ പാവം പിടിച്ച ഇന്നസെൻ്റായ ആ കുട്ടി ആമിന, 7 വയസ്സ് പ്രായമുള്ള ആ കുട്ടി മാനസികമായി തകർന്നു കഴിഞ്ഞു. വീട് വിട്ടിറങ്ങി അവർ ഒരു ചെറിയ ഒറ്റമുറിയുള്ള വീട്ടിലെത്തുന്നു. അവിടെ നിന്ന് ഒരു നെയ്ത്ത് ഉപകരണം പഴയ ഒന്ന് തുരുമ്പിച്ചത് കണ്ടെത്തുന്നു. അതിലൂടെ സ്ത്രീ ശാക്തീകരണം പുനരാരംഭിക്കുകയായി. ഒടുവിൽ അത് എത്തിച്ചേരുന്നത് ആ തുരുമ്പ് പിടിച്ച ആ നെയ്ത്ത് ഉപകരണത്തിൽ നിന്ന് രാജ്യമൊട്ടാകെ പടർന്ന് പന്തലിക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറുകയാണ് പിന്നീട് ഉണ്ടായത്. അതായത് മാനുഷാതയ്ക്ക് ശേഷം മാനുഷാതയുടെ സീക്വൽ എന്ന് പറയുന്ന രണ്ടാമത്തെ അതിൻ്റെ ചേർക്കേണ്ട കഥയോട് ചേർക്കേണ്ട സംഗതി മാനുഷാതയും വൻമതിലും. ആ വൻമതിൽ കെട്ടി എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ, സർക്കാരിനെ, സ്ത്രീ ശാക്തീകരണത്തിനെതിരായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ ഉള്ള അവരുടെ പോരാട്ടം എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ തകർച്ചയിലെത്തുകയാണ്. തകർച്ചയെന്ന് പറഞ്ഞാൽ അവർ മുട്ടുകുത്തുകയാണ്. ഒപ്പം
അതുവരെ നടമാടിയിരുന്ന ആ ആചാരം നിർത്തലാക്കപ്പെടുകയാണ്. പുതിയ ഉത്തരവ് ഇറങ്ങുകയാണ്. അതിന് ഈ സ്ത്രീ തന്നെ, ഈ ഷാമിന തന്നെ അതിന് കാരണമാകും. അങ്ങനെ രാജ്യത്ത് പുതിയ ഒരു നിയമവും സ്ത്രീകളുടെ സുരക്ഷയും ഉറപ്പാകും. ഇതാണ് ബാക്കി ഭാഗത്തിൻ്റെ ഇത്. ഇതിനോടകം തന്നെ ജലീൽ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിന് അയാൾ മരിച്ചു പോകുന്നു. ഈ മാനസിക ഭ്രംശത്തിന് അടിപ്പെട്ട ആമിന ജനങ്ങൾക്കെല്ലാം ഒരു കാരണവശാലും FGM എന്ന് പറയുന്ന ആ ആചാരം രാജ്യത്ത് നിന്നും തുടച്ചു നീക്കാനുള്ള ഉത്തരവിറങ്ങുമ്പോൾ ആദ്യമായി കാലങ്ങൾക്ക് ശേഷം ആമിന മുതിർന്നു കഴിഞ്ഞിരിക്കുന്നു. ആമിന സ്വന്തം അമ്മയുടെ കയ്യിൽ കയറി പിടിക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതോടെ അത് ചെയ്യുമ്പോഴത്തേക്ക് അവൾ വീണ്ടും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്, പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. സന്തോഷത്തോടെ അല്ലേ? സന്തോഷത്തോടെ പ്രതികരിക്കും. സന്തോഷത്തോടെ അവൾക്ക് സന്തോഷമാകുകയാണ്. ഒരു പക്ഷേ ഇനി ഇവളായിരിക്കും ഒരു പുതിയ ഒരു സ്ത്രീകളുടെ പുതിയ ശാക്തീകരണത്തിന് കാരണം ആകുന്നത്.